ചില ആൾക്കാർ ഗാനമേളയ്ക്കൊക്കെ മത്സരത്തിന് വന്നിട്ട് ഈ എന്താ പറയുക ആവേശം മൂത്തിട്ട് ജഡ്ജ്മെൻ്റ് ആയിട്ട് വന്ന ആൾക്കാർ മൈക്കൊക്കെ എടുത്ത് അവസാനം പാടിക്കളഞ്ഞിട്ട് അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് പാട്ടായിരിക്കും. ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കല്യാണ വീടുകളിലൊക്കെ ചെറിയ ചെറിയ ഗാനമേള സദസ്സുണ്ടാവും, ചെറിയ സദസ്സുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പാടാൻ അറിയുന്നവരൊക്കെ ചെറുതായിട്ട് പാടിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്റ്റാറാവും, പിന്നെ അവർ നല്ല പ്രോത്സാഹനമാവും. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായപ്പോൾ ഇതുപോലെ ഒരു സുമേഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പാടി. അവൻ മൈക്കെടുത്തു, രണ്ടുപേര് പാടിയോടുകൂടി അവിടുത്തെ പെമ്പിള്ളേരൊക്കെ ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യടി. കാര്യം ഇവനങ്ങ് പതുക്കെ സ്റ്റാറായി. അപ്പം നമ്മളവിടെ പാടാതിരിക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ കക്ഷികൾ പാടാതിരിക്കുന്നുണ്ട്, ഈ പാട്ടുകാരൊക്കെ അവിടെ പതുക്കെ സൈലൻ്റായി. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പെമ്പിള്ളേരൊക്കെ ഇങ്ങനെ ഡിമാൻഡ് ചെയ്തു പിന്നെ സുമേഷ് പാടണം, സുമേഷ് പാടണം, കമോൺ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ സുമേഷിന് സ്വാഭാവികമായിട്ടും ഒരു ഐറ്റം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ കലാകാരന്മാരൊക്കെ ഉണ്ടാകുന്ന സംഭവം ഉണ്ടല്ലോ, ചെറിയൊരു ജാട കയറി. സുമേഷ് പറഞ്ഞു, നിങ്ങൾ പഠിക്കോ? അല്ല വേണ്ട, അവൻ പഠിക്കോളും. ഇല്ല സൗണ്ട് ശരിയാവുന്നില്ല, എനിക്ക് കുറച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാട കൂടി അവസാനം നമുക്കറിയാം ജാടയാണ്, പെൺപിള്ളേരൊക്കെ എൻ്റെ കൃത്യമായിട്ട് പിന്നാലെ ഉണ്ടെന്ന്. ഇപ്പൊ മൈക്കെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പാടാം എന്നൊക്കെ പറഞ്ഞ് മൈക്കെടുത്തിട്ട് ഒരു പാട്ട് പാടി. വാചാലം നിൻമിഴികളിൽ എന്മിഴികളിൽ തേനൂറും നിൻ മൗനവും എൻ മൗനവും വാചാലം. ഭയങ്കര കൈടി. ഇതിന്റെ ആവേശം മൂത്തിട്ട് ഇവൻ അടുത്ത പരിപാടി ഇതാ, വാചാലം വാലാച്ചം. ഇത് കേട്ടതോടി പെൺപിള്ളേരൊക്കെ ഭയങ്കര കൂല്.